കോഴിക്കോട്ട് സമീപകാലത്തുണ്ടായ തീപിടുത്തങ്ങളിൽ ചെറിയൊരു ആശ്വാസമായിരുന്നു ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഈ അഗ്നിരക്ഷാ യൂണിറ്റ്. ഈ യൂണിറ്റ് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി മീൻചന്തയിലേക്ക് മാറ്റുകയാണ്. അതായത് 8 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ കെട്ടിടം അപകടാവസ്ഥയിലായതിന് പിന്നാലെ പല ഭാഗത്തേക്കും മീൻചന്തയിലേക്കും അതോടൊപ്പം തന്നെ വെള്ളിമാട് കുന്നിലേക്കും കൊയിലാണ്ടിയിലേക്കും നരിക്കുനിയിലേക്കും മുക്കത്തേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയതാണ്. ഇന്നിപ്പോൾ 26 സ്റ്റാഫാണുള്ളത്. അവരെയാണ് ഇപ്പോൾ മീൻചന്തയിലേക്ക് മാറ്റിയത്. നിരന്തരം ഈ ഫയർ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സ്റ്റേഷൻ അടുത്ത ആഴ്ചയോടുകൂടി മീൻചന്തയിലേക്ക് മാറ്റുകയാണ് എന്നാണ് അറിയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര വിഷമമുണ്ട്. എനിക്കിപ്പോൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വൻ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ജസ്റ്റ് അടുത്തുള്ളിലുള്ളൂ. സാധനം ഇവിടുന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പോരെ, അത് ചെയ്താൽ പോരെ. അപ്പോൾ അതാണ് എനിക്ക് മെയിൻ വിഷമം. 10 കിലോമീറ്റർ അകലത്തേക്കാണ് മാറ്റുന്നത്. അതാണ് മെയിൻ വിഷമം. എന്താ വെച്ചാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അധികാരികൾ ചെയ്തു പോയി, വലിയ വലിയ ആൾക്കാർ ചെയ്തു പോയി. അത് ഭയങ്കര മോശമായിപ്പോയി. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ യൂണിറ്റ് മീൻചന്തയിൽ പ്രത്യേക ബ്ലോക്കായി അവിടെ പ്രവർത്തിക്കുമെന്നാണ്. അതായത് ഇവിടേക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ അവിടേക്ക് എത്തും. അവിടെ നിന്നായിരിക്കും ഈ യൂണിറ്റ് വരിക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-15 മിനിറ്റുകൾക്ക് ശേഷം മാത്രമേ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തമുണ്ടായാൽ അവർക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ